മിസ്ന അവിടെ നിന്ന് ദൂരെ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒളിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചേ. അതേ പോണു. നടന്നോ? അല്ലെങ്കിൽ വെബ്സൈറ്റ് ഫോക്കസ് ചെയ്താണ് കൂടുതലും നോക്കാറുള്ളത്. ദിംതി മത്തായി അടിക്കുന്നു കോപ്പ നമ്പർ 1. ഇന്ന് ബിന്നു വെച്ചതൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടോ. വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇരിക്കല്ല. കുറേ ജോബ് അപ്ലൈ ചെയ്തു. ബട്ട് സ്റ്റിൽ ജാക്കറ്റ് വേണം. ജാക്കറ്റ് ഇടാതെ പറ്റില്ല, തണുപ്പാണ്. നല്ല ഏലക്കയും ഇഞ്ചിയും ഇട്ട് ചായയും ചിപ്സും. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു തർക്കമോ ഒരു സംസാരമോ ഒരു അടിപിടിയോ അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഏകദേശം 6-6.5 വർഷം പോകാൻ കഴിഞ്ഞിട്ട് വെളിച്ചം ചാടനൊക്കെ ആകുമ്പോൾ മിസ്ഡ് എണീറ്റു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങാണ്. ബാഗ് എടുക്കല്ലേ? ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. ജോലിക്കാരി രാവിലെ തന്നെ ഞാൻ നേരത്തെ എന്താന്ന് വെച്ചാൽ ഇന്ന് മിസ്റ്റർ പെരുന്നാൾ കഴിഞ്ഞ് പോകാല്ലേ. അപ്പം ഇവിടെ എല്ലാവർക്കും സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ശശി ചേട്ടൻ്റെ കടയിൽ പോയി ഒരു സ്വീറ്റ് വാങ്ങിക്കണം. ഇവിടെ അങ്ങോട്ട് പറഞ്ഞു തരണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിത് രണ്ടും മേടിച്ചു. ഡേറ്റ്സ് ഒക്കെ കഴുകിയിട്ട് കഴിക്കാൻ അവർക്ക് പാടാണെങ്കിലോ ഓർത്തു ഇത് വെച്ചിട്ട് പോണോ ഇതിൽ പോണോ? അതിന് പോകുമ്പോൾ പിന്നെ കിട്ടണ്ടേ, സമയം എടുക്കും. നോക്കാം അതിൽ കൈ പിടിച്ച പോരെ. അത് മതി. ഓക്കെ, ഹെവി ആവൂലേ? നോക്കാം. ടാറ്റ എന്നിട്ട് പോയാൽ നോക്കാം. അതെ ആ നമ്മൾ പറഞ്ഞില്ലായിരുന്ന വേസ്റ്റ് ബിൻ എല്ലാവരും എടുത്ത് പുറത്ത് വയ്ക്കുമെന്ന്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഗ്രീൻ ബാസ്ക്കറ്റുകൾ പല ടൈപ്പ് ഉണ്ട്. അത് പിന്നെ അതുപോലെ ബ്ലാക്ക് ബിൻസും വൈറ്റ് ബിൻസും ഓരോ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വീക്കിലാണ് അവർ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീക്കിൽ ബ്ലാക്ക് ബിന്നാണ്. ഒരു പ്രത്യേകം ടാഗൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചിലർ ബിന്നും അതേപോലെ ആ ബോക്സിലും അവരുടെ ബാക്കിയുള്ള വേസ്റ്റ് സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രീൻ ബോക്സിൽ നിന്നുള്ളത് ഓൾറെഡി അവരത് റിമൂവ് ചെയ്തിട്ടുണ്ട്, ബിന്നിലുള്ള റിമൂവ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ റിമൂവ് ചെയ്ത സംഭവങ്ങൾ അവിടെ റിമൂവ് ചെയ്തിട്ട് ആ ഗ്രീൻ ബിൻ മാത്രം ഇട്ടേക്കണുണ്ടോ. നമ്മുടെയും വേസ്റ്റ് എടുത്തിട്ടില്ല, കാരണം ഗ്രീൻ ബിന്ന് മാത്രം എടുത്തു, മറ്റത് എടുത്തിട്ടില്ല. സോ ഗ്രീൻ ബിന്ന് എടുത്തിട്ട് അവർ ജസ്റ്റ് മറിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബിന്ന് എടുത്തു ഉണ്ടല്ലേ, പ്രോപ്പർട്ടി ഓഫ് കോൾച്ചസ്റ്റർ ബോറോ കൗൺസിൽ. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ട്, ഇവിടെ ഉള്ള മറ്റേ ചെങ്ങായിടെ ഉണ്ട്, ഇവിടെ മുകളിലൊരാളുണ്ട് കേട്ടോ, ആളുടെയാണ്. അപ്പോൾ നമ്മുടെ പിൻ ബാക്ക് ടു വീട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഇത് വെക്കാൻ വേണ്ടി, വേസ്റ്റ് വെക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരുടെയും വയ്ക്കുന്നതുകൊണ്ട് ഞങ്ങളെ ജസ്റ്റ് ഇവിടെ വയ്ക്കും, എന്നിട്ട് നിറയുന്നതിനനുസരിച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് വെക്കാറാണ് നമ്മൾ പതിവ്. നമ്മുടെ ചെടികൾ ഹായ് ബാക്ക് ടു ഹോം. ശരിക്കും മോർണിംഗിൽ ഇതേപോലെ എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മൈൻഡ് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കളും കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. നമ്മുടെ അവിടെ സ്പേസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് ആ ഒരു സ്പേസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊരാലോചന ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കണം. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് പുറത്തിട്ടാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മുടെ അത്തരം പരിപാടികൾ കഴിഞ്ഞു. ഇതൊന്ന്
ജസ്റ്റ് ഔട്ട് എടുത്ത് വെക്കട്ടെ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ. ബാക്കിയൊക്കെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സംഭവങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ലുങ്കിയൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. കൂടുതൽ ആളുകളും ഷോർട്സൊക്കെയാണ് ഇടാറ്. എനിക്ക് ലുങ്കി കൊടുക്കാനാണ് പതിവ്. നാട്ടിൽ നിന്നും ഉമ്മച്ചി കൊടുത്തുവിട്ട നല്ല ലുങ്കീസ് ഉണ്ട് ഗൈസ്. വെള്ളക്കള്ളി, ആ കള്ളി കൊടുത്തു. പിന്നെ ഞങ്ങൾ അപ്പുറ സൈഡിലാണ് ശരിക്കും തല വയ്ക്കാറുള്ളത്. പക്ഷേ തണുപ്പായതുകൊണ്ട് ആ സൈഡ് ഇങ്ങനെ കാറ്റടിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഈ സൈഡിലേക്കാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഗൈസ് നല്ല വെളിച്ചമുണ്ട്. നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പോയപ്പോൾ കണ്ടില്ല, നല്ല വെയിലുണ്ട്, ഗ്ലാസ്സിൽ അഴുക്കൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് ക്ലീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നോമ്പായതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ. അപ്പോൾ ജോബ് സെറ്റ് ആവാത്തതുകൊണ്ട് ഫ്രീലാൻസ് വർക്കുകളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കണക്ഷൻസ് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ടൊക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വ്ളോഗിങ്ങും കൊമേഴ്ഷ്യൽ പ്രൊമോഷൻ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഫ്രീലാൻസിൻ്റെ എന്തെങ്കിലും സെയിൽസ് പരിപാടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതും പിടിക്കാനും ഞാനിങ്ങനെ സെറ്റായി നോക്കി കാണും. അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു, ഇനി നോക്കി നിൽക്കാൻ സമയമില്ല, ട്രൈ ചെയ്യണം. അപ്പോൾ ഓൺലൈനിൽ ജോബ് അപ്ലൈ ചെയ്യണം. ദെൻ ബാക്കി വീട്ടിലെന്തെങ്കിലും ക്ലീനിങ് സെറ്റപ്പ് ചെയ്യാനുണ്ടെന്ന് ചെയ്യണം. ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ നോക്കണം. അപ്പോൾ പുറത്ത് പോയി ഞങ്ങൾ ഒരു 3-4 റൗണ്ട് പോയി നോക്കിയതാണ്. പക്ഷേ ഒന്നും ഒരു റെസ്പോൺസൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി വാട്ട് ടു ഡു നെക്സ്റ്റ്? നമ്മളിങ്ങനെ മൈൻഡ് ഡെസ്പായിരുന്നിട്ട് കാര്യമില്ലല്ലോ, ജോബ് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഇതേപോലുള്ള സിറ്റീസിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും കുറവാണ്. ബസ്സിന് ഈ സംഭവമൊന്നും കാണിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂട്യൂബിൻ്റെയും ബാക്കിയുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ, അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റാണ് കേട്ടോ. അത് അവിടെ ഉണ്ട്, പോസിറ്റീവ് തോട്ട്സൊക്കെ നൽകുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ബെഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടു, ക്ലീനാക്കി. ഇതൊക്കെ ഓക്കെയാണ് ഇവിടെ. ലാപ്ടോപ്പ് എന്തായാലും നമുക്കിപ്പോൾ ഒന്ന് ആവശ്യമുണ്ട് ജോബ് അപ്ലൈ ചെയ്യാൻ. സോ ലാപ്ടോപ്പ് എടുക്കാം. സോ ഇത് ഒരല്പം നേരം തുറന്നു കിടക്കട്ടെ അല്ലേ. വേണ്ട, അടച്ചേക്കാം. ഇനി വല്ല ഈച്ച കയറിയാലോ. ഈച്ച ശല്യം കുറച്ച് ഇവിടെ ഇല്ലാത്തതാണ്. 2 ദിവസമായിട്ട് 1-2 ഈച്ച വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. ഓക്കെ ഗായ്സ്, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഒന്ന് സെറ്റാക്കണം. നമ്മൾ നാട്ടിൽ നിന്ന് മെഡിസിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നൊരു ബോക്സാണ് കേട്ടോ. സോ ഇതോടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഇനിയുള്ളത് നമ്മുടെ എത്ര ഏരിയ ആണ് ഒന്ന് സെറ്റാക്കണം, ഒന്ന് ക്ലീൻ ആക്കണം, ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിടണം. സോ ഓൾമോസ്റ്റ് തിങ്സ് സെറ്റാണ്. നമ്മൾ ചെരുപ്പ് പഞ്ചറായി ഗൈസ്, വേറെ ചെരുപ്പ് വാങ്ങിക്കണം. വീണ്ടും ടാബ് ഇവിടെ വന്നു. ടാബ് എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് കാരണം ഞങ്ങൾ അവിടെ ഇടും. കാരണം എപ്പോഴും യൂസ് ചെയ്യാനാണല്ലോ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് എവിടെയെങ്കിലും എടുത്തിടും. ഇതെപ്പോഴും ഞാൻ ഇതിൽ കൊളുത്തിയിടാറാണ് പതിവ്. നമ്മുടെ ചാർജർ. സോ ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മൈക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. യെസ്. ഇത് ഞങ്ങൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ശരിക്കും ഒരു ക്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ അതുപോലെ ബാങ്കിൻ്റെ സമയത്ത് കറക്റ്റ് ബാങ്കിൻ്റെ സമയത്ത് ഇതിൽ അലാറം അടിക്കും. നമുക്കാണെങ്കിൽ അലാറമൊക്കെ സെറ്റ് ചെയ്യാം. അതിൻ്റെ സെറ്റിങ്സൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമാണ്. നെക്സ്റ്റ് ബാങ്ക് ഏത് ടൈമിലാണ് വരുന്നതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിലുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് യു കെയിലേക്ക് കൊണ്ടുവന്നത് ഈ സംഭവം. നൈസാണ്. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ സാധനം ഇതെടുത്ത് ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഭിത്തിയിൽ കൊളുത്താനും പറ്റുകൊണ്ട് രസമാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഭിത്തിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വയ്ക്കുകയും ചെയ്യാം. നൈസല്ലേ? ഇതേപോലത്തെ ഫാൻസി മോഡൽസ് ഇപ്പോൾ ഒരു ചെറിയൊരു ടി വിയുടെ ഒരു ഇതുപോലെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരു സ്ക്രീൻ. നൈസല്ലേ? സോ ഇത്
ഞങ്ങൾ തട്ടി തട്ടി കളിക്കാറാണ് പതിവ്. ഇത് സ്ഥിരം പൊസിഷനൊന്നുമില്ല. ചിലപ്പോൾ റൂമിൽ വയ്ക്കും, ചിലപ്പോൾ നമ്മൾ കൂടുതലും അത് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വയ്ക്കാറ് കേട്ടോ. അപ്പം റെഡി ഫോർ സംതിങ് അപ്ലൈ ചെയ്യാനുള്ള സമയമായി ഗൈസ്, സമയമായി. അൺഫോർച്ചുനേറ്റ്ലി വന്ന് മടുത്ത്. അതുകൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാനിരിക്കുമ്പോൾ ഭയങ്കര മടിയാണ്, ഭയങ്കര ചടപ്പാണ്. എപ്പോൾ വരും നമ്മുടെ ചാൻസ് എന്നുള്ളത്. ശരിക്കും എനിക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ജോബുകൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കാമായിരുന്നു. ഇപ്പോൾ കെയർ ഹോം ആണെങ്കിലും അങ്ങനെയുള്ള ഇതുവരെയും കെയർ ഹോം ജോബ് ചെയ്തിട്ടില്ല. സോ കെയർ ഹോം ജോബ് അത്ര ചീത്ത പണിയായിട്ടുള്ള മൈൻഡല്ല. വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. കാരണം മിസ്നാക്ക് എന്നെ കെയർ ഹോം ജോബിന് വിടാൻ ഒരു താല്പര്യമില്ല. ഞങ്ങൾ ശരിക്കും ഒരു ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ ആ പെണ്ണ് പറയുന്നത് കേൾക്കണം, ആണ് പറയുന്നത് കേൾക്കരുത്, അല്ലെങ്കിൽ ആണ് പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ, പെണ്ണിൻ്റേതായൊരു അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടേതായ ഒരു തീരുമാനമില്ലേ. ഞാനങ്ങനെ ലൈഫ് കൊണ്ടുവന്ന ഒരാളല്ല. അവൾക്ക് അവളുടേതായ ഒരു സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ലൈഫ്. നമ്മൾ വെറുതെ തർക്കിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു തർക്കമോ ഒരു സംസാരമോ ഒരു എന്താ ഒരു അടിപിടിയോ അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്ന് കയർത്ത് സംസാരിക്കുന്ന സിറ്റുവേഷൻ പോലും ശരിക്കും മിസ്സിനടുത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഏകദേശം 6.5 വർഷം പോകാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കമ്മിങ് ഓഗസ്റ്റ് 5-ന് 7 വർഷം പൂർത്തിയാവാണ്. അപ്പോൾ എന്താ ശരിക്കും ഒരു ഫ്രണ്ട്സിനെ പോലെ കുട്ടി കളിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ ഉള്ളൊരു ഫീലാണ് ശരിക്കും മനസ്സിലുള്ളത്. അത് തന്നെ വലിയ സന്തോഷമാണ്. ഒന്നും പരാതിയില്ല, എനിക്കും അങ്ങോട്ട് പരാതിയില്ല, അവൾക്കും ഇങ്ങോട്ട് പരാതിയില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രായം കൂടുന്നതോ നമ്മുടെ സിറ്റുവേഷൻസ് എത്ര സ്ട്രഗിളിങ് ആണോ, അല്ലെങ്കിൽ നമ്മൾക്ക് സമ്പത്ത് ഉണ്ടെന്നോ അല്ലെങ്കിൽ സമ്പത്ത് ഇല്ലയെന്നോ, നമ്മുടെ കൂടെ ആരും ഉണ്ടെന്നോ ഇല്ലയെന്നോ ഉള്ള അതൊക്കെ ഒരു പരിധി വരെ ശരിക്കും ഞങ്ങൾ മറക്കാണ് കേട്ടോ സത്യം. അതുകൊണ്ട് കാരണം ഉള്ളത് കൊണ്ട് ഓണം പോലെ, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മുടെ ലൈഫ് പോയതുകൊണ്ട് ഒരു ഒരു രസമാണ് സത്യം. അതിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ UK പാർട്ട്നേഴ്സ് അല്ല കേട്ടോ, UK പാർട്ട്നേഴ്സ് വേറെയാണ്. അതായത് ഭാര്യയോ ഭർത്താവോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഈ പറയുന്നത് എന്താണെന്ന്. കഥ ഒരുപാടായി അല്ലേ. വേക്കൻസീസ് ഫോർ കോൾചെസ്റ്റർ. ഞാൻ വെബ്സൈറ്റുകൾ റീഡ് അല്ലെങ്കിൽ ഇൻഡീഡ്, പിന്നെ അതേപോലെ കുറച്ച് ജോബ് വെബ്സൈറ്റുകളുണ്ട്. അങ്ങനെ ആ വെബ്സൈറ്റുകളാണ് കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത്. പിന്നെ ലിങ്ക്ഡിൻ അത്ര പ്രൊഫഷണൽ ജോബുകൾക്കാണ് ഞാൻ ലിങ്ക്ഡിൻ ശരിക്കും പറഞ്ഞാൽ നോക്കാറുള്ളൂ. ബാക്കി എല്ലാ ജോബ്സിനും ഇതേപോലെ വെബ്സൈറ്റ് ഫോക്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഫോക്കസ് ചെയ്താണ് കൂടുതലും നോക്കാറുള്ളത്. ഗൈസ് നോക്കൂ, മെഷീൻ ഓപ്പറേറ്റർ പറ്റില്ല. പാർട്ട് ടൈം റിസപ്ഷനിസ്റ്റ്, കോൾചെസ്റ്റർ CO2 Monday to Friday. ഇത് കൊള്ളാം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടീം ലീഡറായിട്ട് അതൊന്ന് ജസ്റ്റ് നോക്കാം. ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് ദെൻ പാല് സെപ്പറേറ്റ് തിളപ്പിച്ച് അങ്ങനെ മിക്സ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് ചായ കിട്ടാന്നുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ കൂടുതലും ഇങ്ങനെ ചെറിയ വെള്ളം മാത്രം ഇങ്ങനെ തിളപ്പിക്കുക, എന്നിട്ട് അതിൽ ഇഞ്ചിയും കുറച്ച് ഏലക്കയും ഒക്കെ ഇട്ടിട്ട്, ഏലക്കിടാൻ മറന്നു, ഏലക്കിടണം, ഇട്ടിട്ട് പാലൊഴിച്ച് അങ്ങനെ അതും കൂടിയും ഒരു ലൈറ്റായിട്ട് കുക്ക് ചെയ്ത് അങ്ങനെ ഒരു സിമ്മിലിട്ടിട്ട് തിളപ്പിച്ച് പതുക്കെ തിളപ്പിച്ചെടുക്കലാണ് പതിവ്. ഏറ്റവും ബെസ്റ്റ് ചായ കിട്ടാൻ എന്താണ് വഴി? നിങ്ങളെങ്ങനെയാണ് ചെയ്യാറുള്ളത്? കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പറ്റുകയാണെങ്കിൽ. നല്ല ഏലക്കയും ഇഞ്ചിയും ഇട്ട് ചായയും ചിപ്സും പിന്നെ ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ കേക്കും. ഇതാണ് ഗൈസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. സ്വന്തം ഉണ്ടാക്കിയ ചായനെ പൊക്കി പറഞ്ഞുകൊണ്ട് ദിംതിമത്തായി അടിക്കുന്നു കോപ്പ നമ്പർ 1. സുഭാഷ്. അതേപോലെ നിങ്ങളുടെ ചായ എത്രത്തോളം ബെസ്റ്റ് ആകുന്നു അത്രത്തോളം ബെസ്റ്റ് ആകും നിങ്ങളുടെ ഡേ എന്ന്. അത് ശരിയാണോ? ഡേ നമ്മുടെ ഓക്കെ ആണല്ലോ എല്ലാ ദിവസവും. ചിലപ്പോൾ തലവേദന ഉണ്ടാവും, അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടും.
That's it. Come on, guys. മിസ്സിന് അവിടുന്ന് വർക്ക് കഴിഞ്ഞ് ഇറങ്ങി. അപ്പം എന്നും എനിക്ക് സർപ്രൈസ് തരാറുള്ളതാണ്. ഇന്ന് ഞാനൊരു സർപ്രൈസ് കൊടുക്കാം. നേരെ പറയാതെ ഞാൻ നേരെ അവളെ കാണാൻ വേണ്ടി പോവാട്ടോ. ഇന്ന് ബിന്നു വെച്ചതൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടോ. നേരത്തെ റിമൂവ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കിടക്കാറുണ്ട്. കണ്ടില്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ വൈറ്റ് ബിന്നും ബ്ലാക്ക് ബിന്നും എല്ലാ ദിവസവും കളക്ട് ചെയ്യില്ല. സോ വൈറ്റ് ബിന്ന് സ്റ്റിൽ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ കാർഡ്ബോർഡ് ബോക്സുകൾ എല്ലാ ദിവസവും റിമൂവ് ചെയ്യില്ല. അതുകൊണ്ട് അതും ഇവിടെ കിടക്കുന്നുണ്ട് കുറേ പേരുടെ കേട്ടോ. കണ്ട ഗ്രീൻ ബിന്നൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കുറച്ച് ഉറങ്ങി ഗൈസ് മറച്ചിട്ടിട്ടുണ്ട്. ഐ മീൻ കവർ ചെയ്തിട്ടിട്ടുണ്ട്. വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇരിക്കല്ല. കുറേ ജോബ് അപ്ലൈ ചെയ്തു. പിന്നെ വീടൊക്കെ സെറ്റാക്കി. പിന്നെന്താ പറയുക, വീട്ടിലേക്കൊക്കെ വിളിച്ചു. അതൊക്കെയായിരുന്നു ഇന്ന് പരിപാടി. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു പടം കണ്ട് എന്താക്കാൻ അങ്ങനെയൊക്കെ സമയം പോട്ടെ. പിന്നെ കുറച്ച് കമ്പനികളുടെ ഇമെയിലൊക്കെ അയച്ചു. ദെൻ കുറച്ച് ഷൂട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ പേരെ എൻക്വയറി ഒക്കെ എടുത്തു. അതായത് ഇന്നത്തെ ഡേ പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നുമില്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇത്ര വെയിൽ കണ്ടിട്ട് തന്നെ ഒരുപാട് നാളുകളായി. കണ്ടില്ലേ, നല്ല തിളക്കമുള്ള വെയിൽ. നൈസാണ് കാണാൻ. ബട്ട് സ്റ്റിൽ ജാക്കറ്റ് വേണം. ജാക്കറ്റ് ഇടാതെ പറ്റില്ല. തണുപ്പാണ്. കാരണം തണുപ്പുണ്ട്, ചൂടില്ല. വെയിൽ കാണാൻ മാത്രമേ ഉള്ളൂ, ചൂടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ റൗണ്ട് ബോട്ട് കേട്ടോ. സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള റൗണ്ട് ബോട്ടാണ്. ഇവിടെ എപ്പോഴും ബിസിയാണ്. നോ വൺ ഹിയർ. അപ്പോൾ നമുക്ക് നടക്കാം. ഈ ബാങ്കും സംഭവങ്ങളും ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും വരുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് റോഡിൽ. മിസ്സിന് അവിടെ നിന്ന് ദൂരെ നിന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒളിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് നിൽക്കാം. ആളിവിടെ എത്തുമ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. മനസ്സിലായില്ലേ? പ്രതീക്ഷിക്കില്ല ഞാനിവിടെ ഉണ്ടെന്നുള്ളത്. എന്ന് പ്രതീക്ഷിക്കാം? കമോൺ മിസ്, ഞാൻ എവിടെയാണ്? വരൂ വരൂ വരൂ. എത്താറായല്ലോ, സമയം ഏകദേശമൊക്കെ ആയി. എത്താത്ത അതേ പോണു. അയ്യോ, എവിടെ? ഞാൻ അലക്സില്ല, ഞാൻ വന്നെങ്ങനെ മനസ്സിലായി എനിക്ക്? പോട്ടെ പോട്ടെ പോട്ടെ. അതെ, എടുക്ക് എടുക്ക് എടുക്ക്. ഈ ഫോണൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ആൾക്കാർ തട്ടിപ്പറിച്ചുണ്ടാവൂലേ? ഞാൻ ഇവിടെ എത്തിയപ്പോ ബസ് ബ്ലോക്കിൽ കിടന്ന് ഇവിടെ എത്തണേ. എന്നാലും ഞാൻ അവിടെ ഉണ്ടെന്ന് നീ കറക്റ്റ് എനിക്ക് എങ്ങനെ മനസ്സിലായ? എനിക്ക് വെറുതെ ഞാൻ നോക്കിയതാടി. നിനക്ക് സർപ്രൈസ് തരാൻ പറ്റില്ലല്ലേ? പക്ഷെ ഞാൻ എന്നും പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്ന് ശരിയായി. നോമ്പ് കഴിഞ്ഞില്ല, ഇനിയിപ്പോ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, അത് കാരണം വന്നതാ. ഓ, ഇന്ന് എനിക്ക് ഇടക്ക് വിശക്കണ്ടായില്ല. വിശക്കണ്ടായില്ല, നിർബന്ധിച്ച് എന്നെ തീറ്റിക്കാറ്. അങ്ങനെ വഴിയില്ലല്ലോ, നിനക്ക് വിശക്കാതിരിക്കാൻ വഴിയില്ലല്ലോടി. പക്ഷെ നോമ്പ് വിശക്കും. അതെയാ? നോമ്പില്ലല്ലോ. അല്ല, ഞാൻ നോമ്പ് പിന്നെ എന്നും നടന്നോ? എന്നും പ്രതീക്ഷിക്കണ്ട. എന്നും പ്രതീക്ഷിക്കാം. ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും പ്രതീക്ഷിച്ചിട്ട് ഇന്ന് കണ്ടോ കാക്ക അവിടെ വന്നു. വീട്ടിൽ വന്ന് കയറി. പിന്നെ മിസ്നാക്ക് ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. മിസ്ന അവിടെ ഉണ്ടായിരുന്നു, മിക്സർ കൂട്ടി കഴിച്ചു.
പിന്നെ ഇത്ര നേരം അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. വീട്ടിലേക്കൊക്കെ വിളിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഞങ്ങൾ ഫുഡ് കുക്ക് ചെയ്യണ പരിപാടിയിലേക്ക് കയറി. ഒരു സാമ്പാർ, ഒരു കറി പോലെ എല്ലാ ഐറ്റം ഉണ്ടായെങ്കിൽ പോലും അത്യാവശ്യം വെട്ടിക്കൂട്ടൊക്കെ വെച്ച് ഒരു കറിയൊക്കെ ഉണ്ടാക്കി. ഞാനും ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സാമ്പാറും പുട്ടും കോമ്പിനേഷൻ ആണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഉണ്ടാക്കിയത് സാമ്പാറും പുട്ടുമാണ്. പെട്ടെന്ന് അത് കഴിച്ചിട്ട് വേഗം കിടന്നുട്ടോ. അവളും ടയർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഫിനിഷായി. നാളെ കാണാം മറ്റൊരു വീഡിയോയിൽ.